കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 2. രചന ശാലിനി EA. മുറ്റത്തെ ചെടികൾക്ക് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സത്യനാഥ്. റിട്ടയർഡായതിനു ശേഷം അയാളുടെ ഹോബി ചെടികളും പച്ചക്കറികളും വാഴക്കൃഷിയുമൊക്കെയായിരുന്നു. ഭാര്യ സുനന്ദ ഹൗസ് വൈഫാണ്. കാലത്ത് മുറ്റത്ത് ചെടികൾക്കെല്ലാം നനച്ചു കഴിഞ്ഞാൽ പിന്നെ അടുക്കളപ്പുറത്തുള്ള പച്ചക്കറി തോട്ടത്തിലേക്ക് നടക്കും സത്യനാഥ്. ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് വിശ്രമിച്ചാൽ രണ്ടുപേരും കൂടി വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങും. വാഴയെ കൂടാതെ കപ്പ, ചേമ്പ്, ചീര, ചേന, കൂർക്ക ഇവയെല്ലാം ഇവർ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ആകെ ചളിയിൽ കുതിർന്ന് കൈമുട്ടിലും നെറ്റിയിലും ചോരയൊലിപ്പിച്ച് ജോല സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ സത്യനാഥൻ്റെ നെഞ്ചിലൊരു ആന്തലുണ്ടായി. സുനന്ദേ, സുനന്ദേ, വേഗം ഒന്നിങ്ങ് വന്നേ. അയാൾ അകത്തേക്ക് നോക്കി വെപ്രാളത്തോടെ വിളിച്ചു പറഞ്ഞു. എന്താ മോളെ, എന്താ പറ്റിയത്? അച്ഛൻ്റെ കുട്ടി വീണോ എവിടെയെങ്കിലും? ഉമ്മറപ്പടിയിലേക്ക് ഇരുന്ന അവളുടെ അടുത്തേക്ക് വേവലാതി പൂണ്ടെന്നണം അയാളും ഇരുന്നു. അപ്പോഴേക്കും അകത്തു നിന്നും സുനന്ദയും ഓടി വന്നിരുന്നു. എന്താ എന്താ ഉണ്ടായത്? നീ ചോദിക്കു സുനന്ദേ. ഞാൻ ചോദിച്ചിട്ട് കുട്ടി ഒന്നും പറയുന്നില്ല. അയ്യോ, നെറ്റി പൊട്ടിയിട്ടുണ്ടല്ലോ. കൈകൾ പിടിച്ച് നോക്കിയതും മുട്ട് രണ്ടും പൊട്ടിയിരിക്കുന്നതും കണ്ടു. സത്യേട്ടൻ കാറിറക്ക്, നമുക്ക് മോളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നെറ്റിയിലെ മുറിക്ക് ആയമുണ്ട്, സ്റ്റിച്ചിടേണ്ടി വരും. കേട്ടത് പാതി അയാൾ വേഗം അകത്തേക്ക് ഓടി ഷർട്ട് എടുത്തിട്ട് ചാവിയുമായി പുറത്തേക്ക് വന്നു. നീ വേഗം വാതിലും പൂട്ടി മോളെയും കൊണ്ട് വണ്ടിയിൽ കയറ്. സുനന്ദ വേഗം ജോലയെയും കൊണ്ട് കാറിൽ കയറി. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് ജോല തനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് അച്ഛനോടും അമ്മയോടും പറയുന്നത്. വല്ലാത്ത മനുഷ്യന്മാർ തന്നെ. റോഡിൽ വീണ കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മനഃസാക്ഷി പോലും അവർക്ക് ഉണ്ടായില്ലല്ലോ. ഇന്നത്തെ കാലത്ത് മനുഷ്യപ്പറ്റെന്ന സാധനം തീരെ ഇല്ലാണ്ടായി വരിക. അവർ തന്ന പണം തിരിച്ചു കൊടുത്തത് നന്നായി മോളെ. ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ. സുനന്ദയ്ക്ക് ദേഷ്യം നിൽക്കുന്നില്ല. എന്നാൽ സത്യനാഥ് ചിന്തിച്ചത് വേറൊന്നായിരുന്നു. ആ കാറിനടിയിലേക്ക് എങ്ങാനും മോള് വീണു പോയിരുന്നെങ്കിലോ? എങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ഭഗവാൻ കാത്തു. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ കൊള്ളിച്ചു. അയാളെ നിമിഷം ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്തത്. ചിറ്റൂർ മംഗലത്ത് ഹോസ്പിറ്റലിൻ്റെ കവാടം കടന്ന് ആ കാർ പാർക്കിംഗ് ഏരിയയിൽ പോയി നിന്നു. അന്നവിടെ ഡോക്ടേഴ്സ് മീറ്റിംഗ് നടക്കുന്നതിനാൽ ഡ്യൂട്ടി ഡോക്ടർമാരടക്കം എല്ലാ ഡോക്ടേഴ്സും മീറ്റിംഗ് ഹാളിലായിരുന്നു. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റിയുടെ ഇൻചാർജ് ഡോക്ടർ സേതുലക്ഷ്മിക്കായിരുന്നു. നെറ്റിയിലെ മുറിവിന് നല്ല ആഴമുണ്ട്. കല്ലിലെങ്ങാനും തലയിടിച്ചോ? സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ സേതുലക്ഷ്മി ജോലയോട് ചോദിച്ചു. ഞാൻ ശ്രദ്ധിച്ചില്ല ഡോക്ടർ. കാർ ഓടിക്കുന്നവൻ ഹോണടിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ഈ അപകടമുണ്ടായത്. അവരെ 4 ചീത്ത പറയാനുള്ള ഓട്ടത്തിനിടയിൽ എവിടെയെങ്കിലും തലയിടിച്ചു എന്നൊന്നും ഞാൻ നോക്കിയില്ല. ദേഷ്യം കണ്ണുകളിൽ നിറച്ച് അവൾ അത് പറയുമ്പോൾ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഡോക്ടർ സേതുലക്ഷ്മി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു മുഖമാണ് ജോലിക്കെന്ന് അവർ മനസ്സിൽ പറഞ്ഞു. മുറിവിന് ആഴമുള്ളതിനാൽ 2 സ്റ്റിച്ച് ഇടേണ്ടി വരും. ആ ബെഡിലേക്ക് കിടന്നോളൂ. അതുവരെ ദേഷ്യം നിറഞ്ഞ മുഖത്ത് ഭയം സ്ഥാനം പിടിക്കുന്നത് ഡോക്ടർ കൗതുകത്തോടെ നോക്കി നിന്നു. വിഷമിച്ചു നിൽക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും അവരുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. അതോടെ ഡോക്ടർ സേതുലക്ഷ്മി സത്യനാഥിൻ്റെയും സുനന്ദയുടെയും നേർക്ക് തിരിഞ്ഞു. ജോലയുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് ഇരുന്നോളൂ. സ്റ്റിച്ചിട്ട് കഴിഞ്ഞ ശേഷം ഞാൻ വിളിക്കാം. സിസ്റ്റർ അവർക്ക് പുറത്തേക്ക് ഇരിക്കാനുള്ള വെയിറ്റിംഗ് സീറ്റ് കാണിച്ചു കൊടുത്തു. സങ്കടത്തോടെ തന്നെ രണ്ടുപേരും കാഷ്വാലിറ്റിയിലേക്ക് പുറത്തേക്ക് നടന്നു. ജോല എന്തു ചെയ്യുന്നു? സ്റ്റിച്ചിടുമ്പോൾ വേദന അറിയാതിരിക്കാൻ സേതുലക്ഷ്മി അവളോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ഈ വർഷം PGക്ക് ചേർന്നിരിക്കുന്നു. ഏതാ സബ്ജക്റ്റ്? MSc മാത്സ്. ആണോ? എവിടെയാ PGക്ക് സീറ്റ് കിട്ടിയത്? ചിറ്റൂർ മംഗലത്ത് കോളേജിൽ. അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഇപ്പോൾ ക്ലാസ്സില്ലല്ലോ, അപ്പോൾ സ്കൂട്ടിയിൽ എവിടേക്ക് പോയി വരികയായിരുന്നു? അവൾ കഴിഞ്ഞ ഡിസംബർ മുതൽ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കാൻ പോയിരുന്നതിനെക്കുറിച്ച് ഡോക്ടറോട് പറഞ്ഞു. കോളേജിൻ്റെ മുന്നിലുള്ള ടോപ്പ് ട്യൂഷൻ സെൻറ്ററിൽ ആണോ ജോല പഠിപ്പിക്കാൻ പോയിരുന്നത്? സേതുലക്ഷ്മി സ്റ്റിച്ചിടുന്നത് നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി.
ജോലയാണെങ്കിൽ വേദന കടിച്ചമർത്തി കിടക്കുകയാണ്. അതെ, അപ്പോൾ ഇന്ദുമോളുടെ ട്യൂഷൻ ടീച്ചറാണ്. അവർ അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി. ഇന്ദുമോളോ? അതാരാ? കാളിന്തി എന്ന പേര് ഞങ്ങൾ ഇന്ദുമോളെന്ന് വിളിക്കും. ആ, കാളിന്തിയുടെ അമ്മയാണോ? ജോല വർദ്ധിച്ച സന്തോഷത്തോടെ ചോദിച്ചു. അമ്മ തന്നെ, ചെറിയമ്മയാണ്. അവരുടെ അച്ഛൻ്റെ അനുജൻ്റെ ഭാര്യ. കുറച്ച് ദിവസങ്ങളായി എനിക്ക് ഏട്ടത്തിക്കും ചെവിതല കേൾക്കാൻ അവിടെ സ്വൈര്യമില്ല. ജോല മിസ്, ജോല മിസ്, ജോല മിസ്. കേട്ട് കേട്ട് ഞങ്ങൾക്ക് കാത് താമ്പിച്ചു. ജോല മിസ്സിൻ്റെ മുടി അങ്ങനെ, ജോല മിസ്സിൻ്റെ ചിരി ഇങ്ങനെ, ജോല മിസ്സിൻ്റെ സംസാരം ഇങ്ങനെ. സേതുലക്ഷ്മി ചിരിച്ചും കൊണ്ടാണ് അത് പറഞ്ഞത്. കാളിന്തി നല്ല കുട്ടിയാ. 10th ഇപ്രാവശ്യം ഫുൾ A+ ഉണ്ടായിരുന്നു അവൾക്ക്. ഫുൾ A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ. ചെറുതു മുതൽക്കേ മാത്സ് അവൾക്ക് ബാലികേറാമരയായിരുന്നു. അതുകൊണ്ടാണ് മാത്സിന് മാത്രമായി ട്യൂഷൻ ചേർക്കാമെന്ന് കരുതിയത്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഫലം കണ്ടു എന്ന് തന്നെ പറയാം. കാളിന്തിയുടെ മാത്സിലെ A+ന് പൂർണ്ണ അവകാശി അവളുടെ ജോല മിസ്സാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഏട്ടത്തിയും കൂടി കുട്ടിയെ വീട്ടിൽ വന്ന് കാണാനിരിക്കുകയായിരുന്നു. അയ്യോ, എന്തിന്? അവൾ എടുക്കുന്നത് ഇനി സയൻസ് ആണല്ലോ. കാളിന്തിക്ക് വീട്ടിൽ വന്ന് ട്യൂഷൻ എടുക്കാൻ ജോലയുടെ ഒരു ഹെൽപ്പ് ചോദിക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും വരാനിരിക്കുന്നത്. അയ്യോ ഡോക്ടർ, എനിക്ക് അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങുമല്ലോ. അന്നേരം അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ജോല പരിഭ്രമത്തോടെ ചോദിച്ചു. സേതുലക്ഷ്മി ഒന്ന് ചിരിച്ചു. അറിവ് എന്ന് പറയുന്നത് പകർന്നു കൊടുക്കാനുള്ളതാണ്. അതിനൊരു അവസരമുണ്ടായാൽ ഒരിക്കലും പറ്റില്ലെന്ന് പറയരുത്. ഞാനും ഏട്ടത്തിയും കൂടി വീട്ടിലേക്ക് വരും. ജോലയുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ. പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഒരു ദിവസം കാലത്തോ വൈകിട്ടോ എപ്പോഴെങ്കിലും 1 മണിക്കൂർ, അത്രയും മതി. ജോല സേതുലക്ഷ്മിയെ ദയനീയമായി ഒന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. സംസാരത്തിനിടയിൽ സ്റ്റിച്ചിട്ടത് ഒന്നും അറിഞ്ഞില്ലല്ലോ. ഇനി പുറത്തേക്ക് ഇരുന്നിട്ട് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. അവർ പുഞ്ചിരിച്ചും കൊണ്ട് പോവുകയാണ്. തലയാട്ടി പുറത്തേക്ക് നടന്നു. അതിനോടൊപ്പം തന്നെ 2 കൈമുട്ടിലെ ഈ മുറിവ് ബാൻഡേഡ് ഒട്ടിച്ചിരുന്നു. ജോലയെ കണ്ടതും വെയിറ്റിംഗ് സീറ്റിൽ ഇരിക്കുകയായിരുന്ന സത്യനാഥനും സുനന്ദയും പെട്ടെന്ന് പിടഞ്ഞ് എഴുന്നേറ്റു. കഴിഞ്ഞോ? ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? ജോലയുടെ കൈയും പിടിച്ചും കൊണ്ട് സത്യനാഥ് ചോദിച്ചു. അച്ഛനോട് ഡോക്ടർ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും അയാൾ വേഗം കാഷ്വാലിറ്റിയുടെ ഉള്ളിലേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞതും നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ മെഡിസിൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കോറിഡോറിലൂടെ നടന്നുപോയി. ജോല സുനന്ദയുടെ തോളിലേക്ക് തലയാഴ്ചും കൊണ്ട് ചാഞ്ഞിരുന്നു. മോൾക്ക് ക്ഷീണമുണ്ടോ? കിടക്കണോ? വേണ്ട. മെയിൻ ഡോറിന് ഓപ്പോസിറ്റായിട്ടായിരുന്നു ആ അമ്മയും മകളും ഇരുന്നിരുന്നത്. പെട്ടെന്നായിരുന്നു ഡോർ കടന്നും കൊണ്ട് കാളിദാസും ബാലമുരളിയും കയറി വന്നത്. അന്നത്തെ മീറ്റിങ്ങിൻ്റെ ചീഫ് ഹെഡ് കാളിദാസായിരുന്നു. കയ്യിലെ ടൈം ബാൻഡിൽ നോക്കിക്കൊണ്ട് സ്പീഡിലായിരുന്നു അവൻ നടന്നു വന്നിരുന്നത്. റിസപ്ഷനിൽ ഇരിക്കുന്നവരും കോറിഡോറിൽ നടന്നു പോകുന്ന നേഴ്സുമാരും അറ്റൻഡർമാരും അവരെ നോക്കി ബഹുമാനപൂർവ്വം കൈകൾ കൂപ്പി. അതൊന്നും കാളിദാസൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും നേരെ ചെന്നവൻ്റെ മിഴികൾ ഉടക്കിയത് സുനന്ദയുടെ തോളിൽ ചാരിക്കിടക്കുന്ന ചോലയിലാണ്. ഒരു നിമിഷം അവൻ ഒന്ന് നിന്നു. എന്നിട്ട് പിന്നിൽ വരുന്നവനെ നോക്കി. ബാലുവിൻ്റെ മിഴികളും കാളിദാസൻ്റെ മിഴികൾ പോയ ഇടത്തേക്കാണ് ചെന്നു നിന്നത്. ബാലു, റിസപ്ഷനിൽ ഉണ്ടാകും അവളുടെ അഡ്രസ്സ്. പോയി കളക്ട് ചെയ്തിട്ട് ഹാളിലെത്തിയാൽ മതി. ബാലു മിഴികൾ ഒരു നിമിഷം അമ്മയുടെ തോളിൽ വാടിത്തളർന്ന് കിടക്കുന്ന ജോലയിൽ തങ്ങി നിന്നു. എന്തോ ആ കിടപ്പ് കണ്ടിട്ട് അവന് വല്ലാത്ത പാവത തോന്നി. കാളിയോട് ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതും അവൻ തിരിഞ്ഞ് റിസപ്ഷനിലേക്ക് നടന്നു. അപ്പോഴേക്കും മെഡിസിൻ വാങ്ങിക്കൊണ്ട് സത്യനാഥ് തിരിച്ചെത്തിയിരുന്നു. അവർ അവിടെ നിന്നും തിരിച്ചിറങ്ങാൻ പോവുകയാണെന്ന് കണ്ടതും അവൾ കാണാത്തിടത്തേക്ക് മാറി നിന്നു. ചളി പറ്റിയ ആ ഡ്രസ്സും മാറ്റിയിട്ട് പോലുമില്ലെന്ന് അവൻ അന്നേരം ശ്രദ്ധിച്ചു. അവർ പോയി എന്ന് കണ്ടതും അവൻ റിസപ്ഷൻ്റെ മുന്നിലേക്ക് നടന്നു. റിസപ്ഷൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് അവരോട് സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും അടി വീണത്. ആരാണ് അടിച്ചത് എന്നറിയാൻ തിരിഞ്ഞു നോക്കിയതും മുന്നിൽ അമ്മയെ കണ്ട് അവനൊന്ന് പരുങ്ങി. നീ എന്താ ഇവിടെ?
അത് പിന്നെ മീറ്റിംഗ് ഹാളിലേക്ക് അവൻ അക്ഷരങ്ങൾ പെറുക്കിക്കൂട്ടി. മീറ്റിംഗ് ഹാളിലേക്കുള്ള വഴി ചോദിക്കാൻ ആണോ നീ ഇവിടെ വന്നത്? അല്ല. പിന്നെ? ഞാൻ വെറുതെ. കാളി എവിടെ? മീറ്റിംഗ് ഹാളിൽ. ബാലു കാളിദാസ് പോയ വഴിയെ വിരൽ ചൂണ്ടി. പിന്നെ നീ എന്താ ഇവിടെ നിൽക്കുന്നത്? മീറ്റിംഗ് തുടങ്ങാൻ അവനൊരു നേരം നിനക്കൊരു നേരം എന്നുണ്ടോ? ചെല്ല്. മുരളിയേട്ടനുണ്ടവിടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിനക്കിപ്പോൾ വെച്ച് കുറച്ച് അഹമ്മതി കൂടുന്നുണ്ട്. സദാ നേരം കാളിയുടെ ഒപ്പമാണ് സഹവാസം. എന്നിട്ടെന്താ, അവൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു അംശം പോലുങ്ങേ. സമയം കിട്ടുമ്പോൾ അവൻ്റെ അടുത്ത് പോയിരുന്നെന്ന് പഠിക്കുന്നത് നല്ലതാണ്. നോക്കി നിൽക്കാതെ പോടാ. അവൻ്റെ ഒരു കുട്ടിക്കളി. ഉത്തരവാദിത്വം എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നുണ്ട്. റിസപ്ഷനിലെ സുന്ദരിമാരുടെ ഇടയിൽ വെച്ചുള്ള ലക്ഷ്മിയുടെ ഈ വക ഡയലോഗുകൾ ബാലുവിനെ കുറച്ചൊന്നുമല്ല മാനസികമായി തളർത്തിയത്. എല്ലാവർക്കും പറയാനൊരു കാരണമുണ്ട്. കാളിയെ കണ്ടുപഠിക്കുക, കാളിയെ കണ്ടുപഠിക്കുക. കാളിയുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഇത്രയും പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയിട്ട് അവനെ ഞാൻ കൊടുക്കുന്നുണ്ട്. പല്ലുകൾ അമർത്തിപ്പിടിച്ച് പിറുപിറുത്തും കൊണ്ട് അവൻ മീറ്റിംഗ് ഹാൾ ലക്ഷ്യമാക്കി നടന്നു. തുടർച്ചയുണ്ട് കഥയുടെ അടുത്ത ഭാഗം.